കർത്താവേ, എൻ്റെ ശക്തിയുടെ ഉറവിടമേ, ഞാൻ അങ്ങേ സ്നേഹിക്കുന്നു. അങ്ങാണ് എൻ്റെ രക്ഷാശിലയും കോട്ടയും വിമോചകനും. എൻ്റെ ദൈവവും എനിക്ക് അഭയം തരുന്ന പാറയും എൻ്റെ പരിചയം രക്ഷാശൃംഗവും അഭയകേന്ദ്രവും. സുസ്ഥിരകനായ കർത്താവിനെ ഞാൻ വിളിച്ചപേക്ഷിക്കുന്നു. അവിടെ നിന്നെ ശത്രുക്കളിൽ നിന്നും രക്ഷിക്കും. കഷ്ടതയിൽ നിന്ന് ഞാൻ കർത്താവിനെ വിളിച്ചപേക്ഷിച്ചു. എൻ്റെ ദൈവത്തോട് ഞാൻ സഹായത്തിനായിട്ട് നിലവിളിച്ചു. കർത്താവെ, എൻ്റെ ശക്തിയുടെ ഉറവിടമേ, ഞാൻ അങ്ങേ സ്നേഹിക്കുന്നു. ഇന്ന് പ്രഭാതം മുതൽ ഈ നിമിഷം വരെ എന്നെ കാത്തുപരിപാലിച്ച അങ്ങയുടെ അനന്തമായ കാരുണ്യത്തിന് നന്ദി പറഞ്ഞുകൊണ്ട് ഞാൻ അങ്ങേ സ്തുതിക്കുന്നു. എൻ്റെ കാരുണ്യവും സ്നേഹവുമാണ് ഈ നിമിഷം വരെ എന്നെ നീ നയിച്ചത്. എൻ്റെ കാരുണ്യത്താൽ ഞങ്ങളെ ഓരോരുത്തരെയും സൃഷ്ടിച്ചു. ഏത് കൊടുങ്കാറ്റിലും തകരാത്ത വിശ്വാസമുണ്ടായിരിക്കണമെന്ന് ഞങ്ങളെ ഓർമ്മിപ്പിച്ച കാരുണ്യവാനായ കർത്താവേ, പ്രതിസന്ധികൾ കടന്നു വരുമ്പോൾ ഞങ്ങൾ ഓരോരുത്തരും തളർന്നു പോകാതെ അങ്ങയുടെ കൃപാവരത്തിൻ്റെ അഭിഷേകത്താൽ ഇന്നേ ദിനം നയിച്ചതിനെ ഓർത്ത് നന്ദി പറയുന്നു. അങ്ങ് നൽകിയ ഓരോ നിമിഷവും അങ്ങയുടെ തിരുവിഷ്ടമനുസരിച്ച് ജീവിക്കുക ഞങ്ങൾക്ക് നൽകിയ കൃപയെ ഓർത്തുകൊണ്ട് ഞങ്ങൾ അങ്ങേ സ്തുതിക്കുന്നു. കാരുണ്യവാനായ കർത്താവേ, ഞങ്ങളുടെ കുടുംബത്തിന് ഇന്ന് നൽകിയ എല്ലാ അനുഗ്രഹങ്ങൾക്കും നന്ദി പറയുന്നു. ഞങ്ങൾക്കുണ്ടായ സങ്കടങ്ങൾക്ക് പരിഹാരം നൽകുവാൻ അങ്ങ് കൂടെയുണ്ടെന്നുള്ള ബോധ്യം നൽകിയതിന് നന്ദി പറയുന്നു. നിൻ്റെ സ്നേഹവും നിൻ്റെ കാരുണ്യവും മുൻനിർത്തി ജീവിക്കുവാൻ ഞങ്ങളെ ഓരോരുത്തരെ അനുഗ്രഹിക്കണം. ഞങ്ങൾക്ക് ആവശ്യമുള്ള എല്ലാ അനുഗ്രഹങ്ങളും നൽകി ഞങ്ങളെ സംരക്ഷിച്ചതിന് നന്ദി പറയുന്നു. ഇന്നീ ദിവസത്തിൻ്റെ സമാപനത്തിൽ ഞങ്ങളെ ഓരോരുത്തരെയും നിൻ്റെ തിരുമുമ്പിൽ നിൻ്റെ കാരുണ്യത്തിനായി സമർപ്പിക്കും. യൂതന്മാരുടെ രാജാവായ നസ്രേക്കാരൻ യേശുവെ, പെട്ടെന്നുള്ള മരണത്തിന് അപകടം ഞങ്ങളെ കാത്തുകൊള്ളണമേ. പ്രഭാതത്തിൽ എഴുന്നേറ്റ് അങ്ങേ മഹത്വപ്പെടുത്തുവാൻ തക്കവിധം ഈ രാത്രിയിൽ സുഖമായ നിദ്ര നൽകണം. പ്രകൃതിക്ഷോഭങ്ങളിൽ നിന്നും അപകടങ്ങളിൽ നിന്നും രോഗങ്ങളിൽ നിന്നും ഞങ്ങളെ കാത്തുകൊള്ളണം. നിൻ്റെ ദിവ്യമായ സ്വപ്നങ്ങളും ദർശനങ്ങളും നൽകി ഞങ്ങളെ ഓരോരുത്തരെയും സംരക്ഷിക്കുകയും പരിപാലിക്കുകയും ചെയ്യണം. ഈശോയെ നന്ദി, ഈശോയെ സ്തുതി, ഈശോയെ ആരാധന.